എന്നെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്. ഞാൻ ചോദിക്കണമെന്നും മോഹൻ കേൾക്കണില്ലേ? ഒന്നിനും മറുപടി പറയണില്ല. എങ്ങനെ പറയില്ലതേ? എന്താ മോഹൻ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടായില്ലേ? ഇഷ്ടപ്പെട്ടില്ല അമ്മ പറഞ്ഞോ? എന്റെ അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. എന്തു പറഞ്ഞു? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം തമ്പുരാട്ടിക്കുട്ടി. അപ്പോ എന്നോട് സ്നേഹം ഉണ്ടല്ലോ? ഇല്ല അച്ഛാ, പാവെന്ന് പറയോ? അമ്മയ്ക്ക് എന്നോടുള്ളതിലേറെ സ്നേഹം ലതയോടാണെന്ന് തോന്നുന്നു. നോക്കൂ, എന്നിട്ട് എന്നെ കളിപ്പിച്ചിരിക്കണോ? ഇനി നാളെ പറയോ? എന്നെ പൊട്ടിയാക്കുവോ? നാളെ പറയോ? പറയോ? ലതയെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ. ദുഃഖോ? എന്തിന്? ലത കരയുന്നത് കാണേണ്ടി വന്നാലോ എന്ന ദുഃഖം. ഞാൻ എന്തിനാണാവോ കരയണത്? നമ്മുടെ സ്നേഹത്തിന് ആരെങ്കിലും എതിര് നിന്നാലോ? എതിര് നിന്നുവച്ചാൽ നമ്മള് രണ്ടാളും ഒരുമിച്ച് അങ്ങോട്ട് മരിക്കും. അപ്പൊ പിന്നെ എങ്ങനെ കരയണത്? ഏതായാലും മരിക്കാൻ ഞാനില്ല. മോഹന് ഭയാന്നേച്ചാൽ മരിക്കണ്ട കേട്ടോ. ഞാൻ മരിച്ചോളാം. എന്തായാലും മോഹൻ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല, അത് തീർച്ചയാ. അതിന് മരിക്കണോ? എതിർത്താൽ നമ്മളും എതിർക്കും. മോഹന്റെ അച്ഛൻ എങ്ങനെയാ? അച്ഛൻ എതിർക്കും, തീർച്ച. അത് പിന്നെ അങ്ങനെ സാധനോ? സാധനോ? അച്ഛനെ അങ്ങനെ പറഞ്ഞൂടാ, ദോഷ. ഒരു ദോഷമില്ല ഇങ്ങനെ ഒരു അച്ഛൻ. കൊറേ നേരം ഉണ്ട് കേട്ടാണ്ട് നിക്കണേ. എന്റെ കുറ്റാ പറഞ്ഞ്, നീ എന്റെ തന്തയുടെ കുറ്റം കൂടെ പറഞ്ഞാലാന്ന പേടിയായിരുന്നു ഞങ്ങക്ക്, അല്ലേടോ സാറേ? ഓവേ എന്നത് താൻ ഇനിക്കെട്ട് വെക്കാൻ തുടങ്ങിയാടോ പുളുന്താന്. ക്ഷമിക്കണം മുതലാളി, മുതലാളിയുടെ പിന്നാലെ നടന്ന് നടന്ന് അറിയാണ്ട് എന്റെ വായന്ന് വീണതാ, ക്ഷമിക്കണേ. അപ്പൊ ഇങ്ങനെ ഒരിടപാട് ഇവിടെ നടക്കണുണ്ടായിരുന്നല്ലേ? കൊച്ചു തമ്പുരാട്ടി ആള് കൊള്ളാല്ല. എടോ കാഞ്ഞ ബുദ്ധി. കൊച്ചുവാവ കോലോം വിലക്ക് മേടിച്ചപ്പ കൊച്ചു തമ്പുരാട്ടി എല്ലാം കൂടെ മേടിക്കാൻ പോവുകയാണ്. ഇതാര് വെച്ച് തന്ന വേല? അപ്പളേ എടാ പൊന്നുമാനെ, മോഹനചന്ദ്ര വിളിക്കണു. നിന്റെ അമ്മക്കും ഇതിൽ കൈയുണ്ടല്ലേ? ആ, ഞാനൊന്നങ്ങാട്ട് ചെന്നോട്ടാ. എടോ സാറേ. എന്തോ? ഏതായാലും എന്റെ ഒരു സംശയം തീർന്നു. ഇവൻ എന്റെ മകൻ തന്നെ. എന്നത് ഒച്ചുവാവക്കട്ട. എന്റെ പൊന്നു മുതലാളി ക്ഷമിക്കണം, ഇത് ഞാൻ വേറെ ഒരിടത്ത് മൂളാൻ വേണ്ടി വെച്ചിരുന്നതാ. എന്റെ വായന്ന് അറിയാതെ വീണുപോയി, പൊറുക്കണേ. താൻ ഇടക്കിടക്ക് എനിക്കെട്ട് വെക്കണുണ്ടേ. എല്ലാം കൂടെ ഞാൻ അങ്ങാട്ട് തരും, അറിഞ്ഞില്ലെന്ന് വേണ്ട. ഓ, ഈ പെണ്ണ് ചാകാന്ന് പറഞ്ഞപ്പ അത് പറ്റുകയില്ലെന്ന് അവൻ പറഞ്ഞത് കേട്ടാ? കേട്ടു. അപ്പ അവന് ബുദ്ധിയുണ്ട്. ഇവൻ എന്റെ മകൻ തന്നെ. നീ വീട്ടിലായിട്ട് പോ, ഞാൻ പുറകെ വന്നുണ്ട്. ചെല്ല്. ഓടാ പറഞ്ഞേ. മോഹൻ പൊക്കോളൂ, പൊക്കോളൂ മോഹൻ. ഇല്ലല്ലേ, ഞാൻ പോകുന്നില്ല. പോകാണ്ട് പിന്നെ? മോഹന്റെ അച്ഛൻ. നെല്ല്. ഞാൻ മോഹന്റെ അച്ഛനാകണേന് മുമ്പേ കൊച്ചിരാമന്റെ മകനായിരുന്നു കൊച്ചുവാവ. എന്നെ അങ്ങനെ വിളിച്ചാ മതി. ഇല്ല, അങ്ങനെ ഞാൻ വിളിക്കില്ല. എങ്കി ആരുടെ അച്ഛനാക്കിയിട്ട് എന്നെ വിളിക്കാണ്ട. എനിക്ക് നല്ലൊരു പേരുണ്ട്. ഓടാ വീട്ടി. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നീ പിന്നെ ഇവിടെ സാമതിക്കാൻ പോവുകയാണ്. അച്ഛൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിന്റെ ആവശ്യം അല്ല മുതലാളി, നമുക്കിവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ? ബുദ്ധിയാ? എന്നതാണ്? ആരാദ്യം പോണമെന്നുള്ളതാണല്ലോ ഇവിടത്തെ ഇപ്പോഴത്തെ സജീവ പ്രശ്നം. എന്തായാലും മകന്റെ പിന്നാലെ അച്ഛൻ പോകുന്നത് നാട്ടു നടപ്പല്ല, അന്തസ്സുമല്ല. അച്ഛന്റെ പിന്നാലെ മകൻ വരട്ടെ, നമുക്ക് ആദ്യം ഒന്ന് പോവാം, പുറകെ വരട്ടെ. ബുദ്ധി എങ്ങനെയുണ്ട്? കൊള്ളാ. കൈകോട്. അയ്യോ വേണ്ട, ചെറിയ കാര്യം. കൈകോട് നിസ്സാര കാര്യത്തിന് എന്തിനാ? ശരി എന്നാ. ബുദ്ധി കൊള്ളാം ഫസ്റ്റ്, പക്ഷെ അത് തണ്ട. അയ്യോ മതി. എടുത്തുക, എനിക്ക് പോണം. എടുക്കേ? ഞാനോ? എന്താ? എന്താണ്ടി നിനക്ക് തരാൻ നിക്കാൻ മേലെ? ഭഗവാനെ, എനിക്ക് ആള് തെറ്റിപ്പോയാ? ഇവിടെ ഒരു ആനക്കാരനുണ്ടായിരുന്നല്ല, ദേ വന്നല്ല. എടുത്തുക. രാമൻ നായരെ. അയ്യോ, എനിക്ക് മുന്നേ ഒരു വില ആയാണ്ട് തെറ്റിതാട്ടാ. രാമൻ നായരെ, ഇവിടുത്തെ മുറികളൊക്കെ തുറന്നിടണം. സന്ധ്യ കഴിഞ്ഞ് വാറ്റാനുള്ള ഉപകരണങ്ങളുമായി ഞങ്ങളുടെ ആളുകൾ വരും. ശിവ, മുറികളൊന്നും തുറന്നിടണ്ട രാമനാരെ. കള്ളുമായി വരുന്നവർ അതുപോലെ മടങ്ങിപ്പോയിക്കോളും. നിനക്കെന്നാ പിരാന്ത? എടാ, ഇത് കൊച്ചുവാവ വിലക്ക് മേടിച്ച സ്ഥലമാണ്. ചാരായം മാറ്റാൻ വേണ്ടിയാണോ വാങ്ങിയത്?
ഞാൻ ഇവിടെ ഇട്ട് ചാരായം വാറ്റുകയോ ചക്കക്കുരു വറക്കുകയോ ചെയ്യും. നിന്നെ കൊണ്ട് എന്നാ കഴിയും? കഴിയുന്ന എന്താണെന്ന് കാണിച്ചു തരാം. അത് ശരി. മോഹൻ, വഴക്ക് വേണ്ട മോഹൻ. അച്ഛൻ വിചാരിച്ചാൽ സർക്കാരുകളെ കെട്ടാൻ കഴിഞ്ഞേക്കും. ഞാൻ വിചാരിച്ചാൽ കുറെ കൂട്ടുകാരെ കിട്ടും. ഇവിടെ ഇട്ട് ചാരായം വാറ്റിയാൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് അടിച്ചുടയ്ക്കും. അപ്പൊ നീ ഇവിടെ ചിറ്റം കൂടിയത് ഇതിനു വേണ്ടിട്ടായിരുന്നല്ലേ? ഈ നിൽക്കണ ഉണക്കപ്പെണ്ണിന് വേണ്ടിട്ട് നീ നിന്റെ അപ്പനാട് എതിരിടുവല്ലേടാ? ഇനി നിന്നെ ഞാൻ വെച്ച് കത്തിലിടാ. ചെല്ലു വീട്ടിലാട്ട്. ഒരാത്ത ഞാൻ വീട്ടിൽ വന്നിട്ട് തന്നോളാ. എന്നെ കൂടെ അടിച്ചു കൊന്നോളൂ. എടി പെണ്ണേ, എടിയോ ആട്ടിയാന്ന്. അല്ല, അതെ, കൊച്ചമ്പ്രാട്ടിയെ ആരും അങ്ങോട്ട് എടീന്ന് വിളിക്കാറില്ലേ? എന്നിട്ടിപ്പൊ കൊച്ചുവാ വിളിച്ച? വിളിച്ചോന്ന് ചോദിച്ചാല് വിളിച്ചു. എന്നിട്ട് കൊച്ചുവാവക്ക് എന്നാ പറ്റി? ഒന്നും പറ്റില്ല. ആളും തരവും കണ്ട് ആട്ടിയില്ലെങ്കിലേ ഒരു തൊഴി അങ്ങാട്ട് വെച്ചരും. എടി പെണ്ണേ, കൊച്ചു തമ്പിരാട്ടി, ഒരു കാര്യം അറിഞ്ഞിരിക്കണത് നല്ലതാണ്. ഈ ഭൂമിയിൽ അവന്റെ കൂടെ പൊറുക്കാന്ന് കരുതാണ്ട. കൊച്ചുവാവയുടെ കൊരവെള്ളക്ക് ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കത്തില്ലടി. ഊര് വേണമെങ്കിൽ അവനെ മറന്നേര്. എന്തൊക്കെ രാമനായർ ഇവിടെ ഉണ്ടായത്? ഒരു കാര്യം രാമൻ നായർക്ക് ഇപ്പോഴങ്ങടെ ബോധ്യായി കഴിഞ്ഞിരിക്കണു. കണ്ണിച്ചോരയില്ലാത്തവരാ ഈ കോലോത്തെ തമ്പ്രാക്കന്മാര്. ഇല്ലാച്ച അന്ന് ചന്ദ്രശേഖരന് കൊടുത്ത കൂട്ടത്തില് ഓരോ തുള്ളി വിഷം ഇങ്ങടും തന്നുവച്ച വല്യമ്പ്രാട്ടിയും കൊച്ചമ്പ്രാട്ടിയും രാമൻ നായരും ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ലേ? ചെയ്തില്ല. ആ, അങ്ങനെ ചെയ്യണേച്ച സന്മനസ് വേണമല്ലോ. അവർക്ക് അവരുടെ കാര്യം വലുത്. ശരി കൊച്ചമ്പ്രാട്ടി, രാമൻ നായരും കൂടി പോയി മോഹനെ നോക്കിയിട്ട് വരാം. കൊച്ചമ്പ്രാട്ടി കുറച്ചും കൂടി കരഞ്ഞോളൂ. കോലോത്തിന്റെ സുഹൃതം. നീ അവന്റെ മുതുകത്തൊന്ന് നോക്കണം. എന്നാത്തിന്? നിങ്ങ കാര്യം പറ മനുഷ്യനെ. ഞാൻ അവനിട്ട് ശരിക്കൊന്ന് പൂശി. ശരിക്കെന്ന് വെച്ചാ ശരിക്കും കൈ ഉളുക്കിപ്പോയി. കൈ കൊണ്ടാണോ തല്ലിയത്? കൈ കൊണ്ടല്ല കേട്ടാ, കൈ കൊണ്ടല്ല. പോലാത്തെ ആനനായര് കൊണ്ട് കിടക്കണ വടിയില്ലേ, അതേ കിട്ടിയുള്ളൂ. അതെങ്കി അത് വെച്ച് പെരുക്കി കൊടുത്തത്. എന്റെ ഭഗവതി, ആനവടി കൊണ്ടാണോ തല്ലിയത്? എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനെ അങ്ങോട്ട് തല്ലി കൊന്നേക്കാൻ മേലായിരുന്ന. തല്ലി തീർന്നിട്ടില്ലടി, അവനൊന്നിങ്ങാട്ട് വന്നാട്ടെ. ആ, ഇനി വേറൊരു കാര്യം. അവനും ആ കോലത്തെ പെണ്ണുമായിട്ട് അടുപ്പാണ്. കൊച്ചമ്പ്രാട്ടി അടുപ്പാണ്. ആ, അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയണത് കേട്ട്. അത്രേ ഉള്ള. നിനക്കതേപ്പറ്റി വല്ലതും അറിയായ? അറിയാവുന്നോണ്ടല്ലേ പറഞ്ഞത്. എന്നതറിയാ? അല്ലേ പോട്ടെ, നിന്റെ അറിവ് എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാണ്ടിരുന്ന എന്താണ്? എങ്ങനെ പറയുമെന്നേ?